ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.09%. കേരളത്തിൽ ഇന്ന് 4581 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6684 പേർക്ക് രോഗമുക്തി. ബീഹാറിൽ വീണ്ടും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020ന്റെ കരട് നിയമങ്ങൾ തൊഴിൽ മന്ത്രാലയം പ്രസിദ്ധപ്പെടുത്തി. വിഖ്യാത ബംഗാളി നടൻ സൌമിത്ര ചാറ്റർജി അന്തരിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത് 4.79 ലക്ഷം പേർ. രോഗമുക്തി നിരക്ക് 93.09%. ആകെ രോഗബാധിതരുടെ 5.44% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 41,000-ഓളം പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 42,000-ലധികം പേർ രോഗമുക്തരായി. 447 പേർ കൂടി മരണമടഞ്ഞതോടെ ആകെ മരണസംഖ്യ 1,30,000-ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8,05,000 പരിശോധനകൾ നടത്തിയതായി ICMR അറിയിച്ചു. കേരളത്തിൽ ഇന്ന് 4,581 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 6,684 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,126 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.93 ആണ്. സംസ്ഥാനത്ത് 74,802 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 4.48 ലക്ഷം പേർ ഇതുവരെ രോഗമുക്തി നേടി. 21 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1,869-ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 3,920 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,44,00,000 കവിഞ്ഞു. ഇതിൽ 3,80,00,000-ഓളം പേർ രോഗമുക്തി നേടി. 13,20,000 പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 1.5 കോടിയിലധികം ആളുകളാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. ബീഹാറിൽ വീണ്ടും JDU നേതാവ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും. നിയുക്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് തലസ്ഥാനമായ പട്നയിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ദേവിപ്രിയ. ഇന്ന് ചേർന്ന NDA നിയമസഭാ കക്ഷി യോഗത്തിലാണ് ശ്രീ നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതായി NDA യോഗത്തിൽ പങ്കെടുത്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അറിയിച്ചു. തുടർന്ന് ശ്രീ നിതീഷ് കുമാർ NDA നേതാക്കൾക്കൊപ്പം രാജ്ഭവനിലെത്തി ഗവർണർ ഭംഗു ചൌഹാനെ സന്ദർശിച്ച് സർക്കാർ രൂപീകരണത്തിനായി അവകാശവാദം ഉന്നയിച്ചു. ഘടകകക്ഷിയിലെ നിയുക്ത MLA-മാർ ഒപ്പിട്ട പിന്തുണാ കത്തും അദ്ദേഹം കൈമാറി. ഇത് അംഗീകരിച്ച ഗവർണർ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുകയായിരുന്നു. JDU നിയമസഭാ കക്ഷി യോഗത്തിലും അദ്ദേഹത്തെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. ശ്രീ സുശീൽ കുമാർ മോദിയെ BJP നിയമസഭാ പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. 243 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ NDA 125 സീറ്റുകൾ നേടിയാണ് അധികാരം നിലനിർത്തിയത്. മുന്നണി ഘടകകക്ഷികളായ BJPക്ക് 74, JDU 43, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, VIP എന്നീ പാർട്ടികൾക്ക് 4 വീതം സീറ്റുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020ന് കീഴിലെ കരട് നിയമങ്ങൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. ഇതു സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 45 ദിവസത്തിനുള്ളിൽ മന്ത്രാലയത്തെ അറിയിക്കാം. പ്രൊവിഡന്റ് ഫണ്ട്, സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഗ്രേറ്റുവിറ്റി, പ്രസവ സംബന്ധമായ ആനുകൂല്യങ്ങൾ, അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ തുടങ്ങിയവ സംബന്ധിച്ച വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചാണ് കരട് നിയമം തയ്യാറാക്കിയിട്ടുള്ളത്. ആധാർ അധിഷ്ഠിത രജിസ്ട്രേഷൻ, നിശ്ചിതകാല ജോലിയിലുള്ള ഒരു ജീവനക്കാരന്റെ ഗ്രാറ്റുവിറ്റി തുടങ്ങിയവയും കരട് ചട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബംഗാളി സിനിമയിലെ ഇതിഹാസ നടനും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവുമായ സൌമിത്ര ചാറ്റർജി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. 1959-ൽ സത്യജിത് റേയുടെ വിഖ്യാത ചിത്രം അബൂർ സൻസാറിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിലെത്തിയത്. റേയുടെ സിനിമകളിലെ അനശ്വര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചാറ്റർജി ബംഗാളി സാംസ്കാരിക രംഗത്തെ കരുത്തുറ്റ പ്രതിഭകളിൽ ഒരാളായിരുന്നു. പത്മഭൂഷണും ഉയർന്ന ഫ്രഞ്ച് സിവിലിയൻ അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. സൌമിത്ര ചാറ്റർജിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമല ക്ഷേത്രനട തുറന്നു. നാളെ വൃശ്ചിക പുലരി മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം. വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. 10 വയസ്സിന് താഴെയും 60-ന് മുകളിലും പ്രായമുള്ളവർക്ക് അനുമതിയില്ല.
24 മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്ന് സ്ഥിരീകരിച്ച സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കോവിഡ് സുരക്ഷാ മാനദണ്ഡം കർശനമായി നടപ്പാക്കിയാണ് ഇത്തവണ തീർത്ഥാടനം. വിപുലമായ ക്രമീകരണങ്ങൾ ഇതിനായി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മാസം 26-നാണ് മണ്ഡലപൂജ. ജനുവരി 14-നാണ് മകരവിളക്ക്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടർ പട്ടികയിൽ നാളെ മുതൽ അടുത്ത മാസം 15 വരെ പേര് ചേർക്കാം. 2021 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പോർട്ടൽ .eci.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പുതിയ താമസ സ്ഥലത്ത് പേര് ചേർക്കുന്നതിനും പട്ടികയിൽ നിലവിലുള്ള വോട്ടർമാരുടെ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനും അവസരമുണ്ടായിരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഗോത്ര നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബിർസ മുണ്ടയുടെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ ആദിവാസികളെ അണിനിരത്തിയ പ്രമുഖ നേതാവാണ് ബിർസ മുണ്ട. അദ്ദേഹം പകർന്നു നൽകിയ ദൃഢനിശ്ചയവും നിർഭയത്വവുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആദിവാസികൾക്ക് പ്രചോദനമായതെന്നും ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. സംസ്ഥാന രൂപീകരണ ദിനമായ ഇന്ന് ഝാർഖണ്ഡിലെ ജനങ്ങൾക്ക് ശ്രീ നായിഡു ആശംസകൾ നേർന്നു. ജൈന മതാചാര്യൻ ശ്രീ വിജയ് വല്ലഭ് സുരീശ്വർജി മഹാരാജിന്റെ സമാധാന പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അനാച്ഛാദനം ചെയ്യും. രാജസ്ഥാനിലെ പാലി ജില്ലയിലെ വിജയ് വല്ലഭ സാധനാ കേന്ദ്രത്തിലാണ് 151 ഇഞ്ച് ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ശ്രീ വിജയ് വല്ലഭ് സുരീശ്വർജിയുടെ 151ാം ജന്മവാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഡൽഹിയിലെ കോവിഡ് സ്ഥിതിഗതി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഡൽഹിയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,85,000 കടന്നു. ഇതിൽ 40,000-ത്തോളം പേർ നിലവിൽ ചികിത്സയിലാണ്. 3,235 കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ സ്ഥിരീകരിച്ച 95 മരണം ഉൾപ്പെടെ 7,614 പേരാണ് രോഗബാധയെ തുടർന്ന് ഡൽഹിയിൽ മരിച്ചത്. രാജ്യത്തെ 2 തണ്ണീർത്തടങ്ങളെ കൂടി റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. മഹാരാഷ്ട്രയിലെ ലോണാർ തടാകവും ഉത്തർപ്രദേശിലെ സൂർ സരോവറുമാണ് റാംസാർ പട്ടികയിൽ ഇടം നേടിയത്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി 1971-ലെ റാംസാർ സമ്മേളനത്തിൽ വിവിധ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ച കരാറാണ് റാംസാർ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്. റാംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ട തണ്ണീർത്തടങ്ങൾ കൺവെൻഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സംരക്ഷിക്കപ്പെടുന്നു. തണ്ണീർത്തടങ്ങൾ പ്രകൃതിദത്ത ജലശുദ്ധീകരണ സംവിധാനമാണെന്നും സവിശേഷ ആവാസ വ്യവസ്ഥകളാണെന്നും ശ്രീ ജാവ്ദേക്കർ ട്വിറ്ററിൽ കുറിച്ചു. ഭീകരത, പകർച്ചവ്യാധി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ അന്താരാഷ്ട്ര തലത്തിലെ സഹകരണം മെച്ചപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 15ാമത് കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തന്ത്രപരമായ വിഷയങ്ങളിൽ അഭിപ്രായ രൂപീകരണം നടത്താനുള്ള വേദിയാണ് കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ച ധീര ജവാന്മാർക്ക് ജമ്മുകശ്മീർ കരസേന ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശ്രീനഗറിലെ ബിബി കന്റോൺമെന്റ് ലഫ്റ്റനന്റ് ജനറൽ BS രാജുവിന്റെ നേതൃത്വത്തിലുള്ള ചിന്നാർ കോർപ്സാണ് ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. പ്രകോപനമില്ലാതെ വെടിയുതിർത്ത പാകിസ്ഥാൻ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഏറ്റവും അടുത്ത മിലിറ്ററി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുപ്വാര ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ അന്തരിച്ച സബ് ഇൻസ്പെക്ടർ രാകേഷ് ദോബലിന് BSF ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശബ്ദ അതിവേഗ സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന്റെ വിക്ഷേപണം ഈ മാസം അവസാനത്തോടെ നടക്കും. DRDOയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലാണ് പരീക്ഷണം നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.09% കേരളത്തിൽ ഇന്ന് 4,581 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6,684 പേർക്ക് രോഗമുക്തി. ബീഹാറിൽ വീണ്ടും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020ന്റെ കരട് നിയമങ്ങൾ തൊഴിൽ മന്ത്രാലയം പ്രസിദ്ധപ്പെടുത്തി. വിഖ്യാത ബംഗാളി നടൻ സൌമിത്ര ചാറ്റർജി അന്തരിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രനട തുറന്നു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 9 മണിക്ക്.